ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ന്യായാധിപന്മാരിൽ നിന്ന് 2025 ലോഗോസിന് പഠിക്കാനുള്ള മുഴുവൻ ഭാഗങ്ങളുടെയും വീഡിയോ തയ്യാറാക്കി കഴിഞ്ഞു. ഇത് പ്രഭാഷകനിൽ നിന്നുള്ള ആദ്യത്തെ വീഡിയോയാണ്. ഇതിന് സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുകയാണ്. ന്യായാധിപന്മാരിൽ നിന്നുള്ള മുഴുവൻ അധ്യായങ്ങളുടെയും ഒരധ്യായം ഒരു ദിവസം എന്ന ക്രമത്തിൽ മോക്ക് ടെസ്റ്റ് നടത്തി കഴിഞ്ഞു. മുഴുവൻ ഭാഗങ്ങളും ഉൾപ്പെടുത്തി 100 മാർക്കിന്റെ മോക്ക് ടെസ്റ്റും കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രഭാഷകൻ, ലൂക്ക, എഫേസോസ് ഒരു ദിവസം ഒരധ്യായം എന്ന ക്രമത്തിൽ മോക്ക് ടെസ്റ്റ് നടത്തുകയാണ്. ആഴ്ചയിൽ 3 മോക്ക് ടെസ്റ്റുകളായിരിക്കും ഈ വരുന്ന ദിവസങ്ങളിൽ നടത്തുന്നത്. പരീക്ഷയ്ക്ക് അടുത്ത ദിവസങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മോക്ക് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. ആകെ 100 മോക്ക് ടെസ്റ്റുകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഒന്നാമത്തെ ചോദ്യം, പ്രഭാഷകൻ 41 അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 23 വാക്യങ്ങൾ. 2, പ്രഭാഷകൻ അധ്യായം 41 ആദ്യത്തെ തലക്കെട്ട് മരണം. 3, എന്ത് സംബോധനയോട് കൂടിയാണ് പ്രഭാഷകൻ അധ്യായം 41 ആരംഭിക്കുന്നത്? മരണമേ. 4, ആർക്കെല്ലാം നിന്നെപ്പറ്റി, അതായത് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? 1, തൻ്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവം ജീവിക്കുന്നവന്. 2, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന്. 3, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്. ചോദ്യം 5, തൻ്റെ സമ്പത്തിന്റെ മധ്യേ എങ്ങനെ ജീവിക്കുന്നവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകം എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? സമാധാനപൂർവം. 6, അല്ലലില്ലാതെ എന്തെല്ലാം ഉള്ളവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകം എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? എല്ലാ ഐശ്വര്യങ്ങളും. 7, എങ്ങനെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകം എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? അല്ലലില്ലാതെ. 8, എന്ത് ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകം എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? രുചികരമായ വിഭവങ്ങൾ. 9, രുചികരമായ വിഭവങ്ങൾ എന്തു ചെയ്യാൻ ആരോഗ്യമുള്ളവന് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകം എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ആസ്വദിക്കാൻ. 10, മരണത്തിന്റെ വിധി എത്രയോ സ്വാഗതാർഹം എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ആരെയെല്ലാം കുറിച്ചാണ്? 1, ദരിദ്രൻ. 2, ശക്തി ക്ഷയിച്ചവൻ. 3, വൃദ്ധൻ. 4, അല്ലൽ നിറഞ്ഞവൻ. 5, സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവൻ. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് മരണത്തിന്റെ വിധി സ്വാഗതാർഹം എന്ന് പറയുന്നത്. 11, എന്ത് നിറഞ്ഞവന് മരണത്തിന്റെ വിധി എത്രയോ സ്വാഗതാർഹം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അല്ലൽ നിറഞ്ഞവന്. 12, സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ എന്ത് പ്രകടിപ്പിക്കുന്നവനാണ് മരണത്തിന്റെ വിധി എത്രയോ സ്വാഗതാർഹം എന്ന് പ്രഭാഷകൻ പറയുന്നത്? നീരസം. 13, എന്ത് നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനാണ് മരണത്തിന്റെ വിധി എത്രയോ സ്വാഗതാർഹം എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? സഹിഷ്ണുത നഷ്ടപ്പെട്ട്. 14, എന്തിനെ ഭയപ്പെടേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? മരണവിധിയെ. 15, എന്തെല്ലാം ഓർക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും. 16, മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പാണ് ഇത് എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എന്തിനെപ്പറ്റി? മരണവിധിയെപ്പറ്റി. 17, ആർക്കുള്ള കർത്താവിന്റെ തീർപ്പാണ് മരണവിധി എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? മർത്യവർഗത്തിനുള്ള. 18, മർത്യവർഗത്തിനുള്ള ആരുടെ തീർപ്പാണ് മരണവിധി എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? കർത്താവിൻ്റെ. 19, പ്രഭാഷകൻ 41:4 പ്രഭാഷകൻ ചോദിക്കുന്ന ചോദ്യമെന്ത്? അത്യുന്നതന്റെ ഹിതം നിരസിക്കാൻ ആർക്കു കഴിയും?
20 ആരുടെ ഹിതം നിരസിക്കാൻ ആർക്കു കഴിയും എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? അത്യുന്നതന്റെ. 21 അത്യുന്നതന്റെ എന്തു നിരസിക്കാൻ ആർക്ക് കഴിയും എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ഹിതം. 22 പാതാളത്തിൽ എന്തിനെപ്പറ്റി ചോദ്യമില്ല എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ആയുസ് 10 100 1000 വർഷം ആയിക്കൊള്ളട്ടെ, അതിനെപ്പറ്റി. 23 ആയുസ് എത്രയൊക്കെ വർഷമായിക്കൊള്ളട്ടെ, പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. 10 100 1000 വർഷം. 24 ആയുസ് 10 100 1000 വർഷം ആയിക്കൊള്ളട്ടെ, അതേപ്പറ്റി ചോദ്യമില്ലാത്തത് എവിടെ? പാതാളത്തിൽ. 25 ആരുടെ സന്താനങ്ങളാണ് മ്ലേച്ഛ സന്തതികൾ? പാപികളുടെ. 26 പാപികളുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. അവർ സമ്മേളിക്കുന്നത് എവിടെ? ദൈവഭയം ഇല്ലാത്തവരുടെ സങ്കേതങ്ങളിൽ. 27 ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നതാര്? പാപികളുടെ മ്ലേച്ഛ സന്തതികൾ. 28 പാപികളുടെ സന്താനങ്ങളുടെ എന്തു നശിച്ചു പോകും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അവകാശം. 29 ആരുടെ അവകാശമാണ് നശിച്ചു പോകുമെന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? പാപികളുടെ സന്താനങ്ങളുടെ. 30 അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. ആരുടെ? പാപികളുടെ സന്താനങ്ങളുടെ. 31 പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്ത്? നിത്യനിന്ദയ്ക്ക് പാത്രമാകും. 32 പാപികളുടെ സന്താനങ്ങളുടെ ആരാണ് നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത്? പിൻതലമുറ. 33 ദൈവഭയമില്ലാത്ത പിതാവിനെ കുറ്റപ്പെടുത്തുന്നത് ആര്? മക്കൾ. 34 മക്കൾ കുറ്റപ്പെടുത്തുന്നത് ആരെ? ദൈവഭയമില്ലാത്ത പിതാവിനെ. 35 അവൻ നിമിത്തമാണ് അവർ നിന്ന അനുഭവിക്കുന്നത്. ഇവിടെ പറയുന്ന അവൻ, അവർ എന്നിവർ ആരെല്ലാം? അവൻ ദൈവഭയമില്ലാത്ത പിതാവ്, അവർ മക്കൾ. 36 ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം മക്കൾ അനുഭവിക്കുന്നത് എന്ത്? നിന്ന. 37 ന്യായാധിപന്മാർ 41:8 ആർക്ക് കഷ്ടം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന്. 38 പ്രഭാഷകൻ 41:8 സംബോധന എന്ത്? അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ. 39 ആരുടെ കൽപ്പന നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ നിങ്ങൾക്കു കഷ്ടം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അത്യുന്നത ദൈവത്തിന്റെ. 40 നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്, മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. ആരുടെ? അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന്റെ. 41 നിങ്ങൾ എന്തിലേക്കാണ് ജനിച്ചത് എന്നാണ് അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തോട് പ്രഭാഷകൻ പറയുന്നത്? ശാപത്തിലേക്ക്. 42 നിങ്ങൾ ശാപത്തിലേക്കാണ് ഡാഷ് പ്രഭാഷകൻ 41:9 പ്രകാരം പൂരിപ്പിക്കുക. ജനിച്ചത്. 43 മരണത്തിലും എന്താണ് നിങ്ങളുടെ വിധി എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശാപം. 44 എന്തിലും ശാപമാണ് നിങ്ങളുടെ വിധി എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? മരണത്തിലും. 45 പൊടിയിൽ നിന്ന് വന്നവൻ മടങ്ങുന്നത് എവിടേക്ക്? പൊടിയിലേക്ക്. 46 പൊടിയിലേക്ക് മടങ്ങുന്നത് ആര്? പൊടിയിൽ നിന്നും വന്നവൻ. 47 ദൈവഭയമില്ലാത്തവൻ എന്തിൽ നിന്നാണ് നാശത്തിലേക്ക് പോകുന്നത്? ശാപത്തിൽ നിന്ന്. 48 ആരാണ് ശാപത്തിൽ നിന്നും നാശത്തിലേക്ക് പോകുന്നത്? ദൈവഭയമില്ലാത്തവൻ. 49 മനുഷ്യർ വിലപിക്കുന്നത് എന്തിനെ പ്രതി? ശരീരനാശത്തെ പ്രതി. 50 ശരീരനാശത്തെ പ്രതി വിലപിക്കുന്നത് ആര്? മനുഷ്യർ. 51 പേര് പോലും മാഞ്ഞു പോകുന്നത് ആരുടെ? പാപികളുടെ. 52 പാപികളുടെ എന്താണ് മാഞ്ഞു പോകുന്നത്? പേരുപോലും. 53 എന്തിൽ ശ്രദ്ധാലുവായിരിക്കുക എന്നാണ് പ്രഭാഷകൻ 41:12 പറയുന്നത്? സൽകീർത്തിയിൽ. 54 സൽകീർത്തിയിൽ എന്തായിരിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശ്രദ്ധാലുവായിരിക്കുക. 55 1000 സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ്. എന്ത്? സൽകീർത്തി.
56 സൽകീർത്തി എന്തിനേക്കാൾ അക്ഷയമാണ്? 1000 സ്വർണ നിക്ഷേപങ്ങളെക്കാൾ. 57 സൽകീർത്തി 1000 സ്വർണ നിക്ഷേപങ്ങളെക്കാൾ എന്താണ്? അക്ഷയമാണ്. 58 സൽകീർത്തി എന്തെല്ലാമാണ് എന്നാണ് പ്രഭാഷകൻ 41, 12, 13 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്? 1000 സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമാണ്, ശാശ്വതമാണ്. 59 എന്താണ് പരിമിതമത്രേ എന്ന് പ്രഭാഷകൻ പറയുന്നത്? നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ. 60 നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ എന്താണെന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? പരിമിതമത്രേ. 61 നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ എന്ത് ശാശ്വതമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സൽകീർത്തി. 62 സൽകീർത്തി എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശാശ്വതം. 63 പ്രഭാഷകൻ അധ്യായം 41 രണ്ടാമത്തെ തലക്കെട്ട് ലജ്ജാശീലം. 64 പ്രഭാഷകൻ 41:14 സംബോധന എന്ത്? കുഞ്ഞുങ്ങളെ. 65 കുഞ്ഞുങ്ങളെ ഉപദേശങ്ങൾ പാലിച്ച് എന്തിൽ വർത്തിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? സമാധാനത്തിൽ. 66 സമാധാനത്തിൽ വർത്തിക്കുവിൻ എന്ന് പ്രഭാഷകൻ ഉപദേശിക്കുന്നത് എന്തു പാലിച്ച്? ഉപദേശങ്ങൾ പാലിച്ച്. 67 എന്തെല്ലാമാണ് നിഷ്പ്രയോജനമാണെന്ന് പ്രഭാഷകൻ പറയുന്നത്? നിഗൂഢജ്ഞാനവും അജ്ഞാതനിധിയും. 68 നിഗൂഢജ്ഞാനവും അജ്ഞാതനിധിയും എന്താണ്? നിഷ്പ്രയോജനമാണ്. 69 വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ എന്തു ചെയ്യുന്നവനേക്കാൾ ഭേദമാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ. 70 വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമായത് ആര്? വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ. 71 അതിനാൽ എൻ്റെ വാക്കുകളെ ആദരിക്കുക. ആരുടെ വാക്കുകളെ? പ്രഭാഷകന്റെ. 72 അതിനാൽ എൻ്റെ വാക്കുകളെ എന്തു ചെയ്യുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ആദരിക്കുക. 73 എന്തിനെക്കുറിച്ചാണ് ലജ്ജിക്കുന്നത് നന്നല്ല എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? എല്ലാറ്റിനെയും കുറിച്ച്. 74 എല്ലാറ്റിനെയും കുറിച്ച് നന്നല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത്? ലജ്ജിക്കുന്നത്. 75 എല്ലാവരും ശരിക്കും വിലയിരുത്തുന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത്? എല്ലാം. 76 എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല. എല്ലാവരും എല്ലാം ശരിക്കും ഡാഷ്. പ്രഭാഷകൻ 41:16 പ്രകാരം പൂരിപ്പിക്കുക. വിലയിരുത്തുന്നുമില്ല. 77 ലജ്ജിക്കേണ്ടവ ഇവയാണ് എന്ന് പറഞ്ഞ് പ്രഭാഷകൻ പറയുന്ന കാര്യങ്ങളേവ? 1 പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുൻപിൽ അസന്മാർഗിയായിരിക്കുക. 2 പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ വ്യാജം പറയുക. 3 ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുമ്പിൽ തെറ്റു ചെയ്യുക. 4 ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക. 5 സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക. 6 സ്വന്തം സ്ഥലത്തു നിന്നും മോഷ്ടിക്കുക. 78 ആരുടെയെല്ലാം മുൻപിൽ അസന്മാർഗിയായിരിക്കുന്നതിനെ കുറിച്ചാണ് ലജ്ജിക്കേണ്ടത്? പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ. 79 പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ എന്തായിരിക്കുന്നതാണ് ലജ്ജിക്കേണ്ടത്? അസന്മാർഗിയായിരിക്കുന്നത്. 80 ആരുടെയെല്ലാം മുൻപിൽ വ്യാജം പറയുന്നതാണ് ലജ്ജിക്കേണ്ടത്? പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ. 81 പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ എന്തു പറയുന്നതാണ് ലജ്ജിക്കേണ്ടത്? വ്യാജം പറയുന്നത്. 82 ആരുടെയെല്ലാം മുമ്പിൽ തെറ്റു ചെയ്യുന്നതാണ് ലജ്ജിക്കേണ്ടത്? ന്യായാധിപന്റെയോ വിധിയാളന്റെയോ. 83 ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുമ്പിൽ എന്തു ചെയ്യുന്നതാണ് ലജ്ജിക്കേണ്ടത്? തെറ്റു ചെയ്യുന്നത്. 84 ആരുടെയെല്ലാം മുൻപിൽ തിന്മ പ്രവർത്തിക്കുന്നതാണ് ലജ്ജിക്കേണ്ടത്? ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ. 85 ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുമ്പിൽ എന്ത് പ്രവർത്തിക്കുന്നതാണ് ലജ്ജിക്കേണ്ടത്? തിന്മ. 86 ആരുടെയെല്ലാം മുമ്പിൽ അനീതി പ്രവർത്തിക്കുകയാണ് ലജ്ജിക്കേണ്ടത്? സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ. 87 സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ എന്ത് പ്രവർത്തിക്കുന്നതാണ് ലജ്ജിക്കേണ്ടത്? അനീതി. 88 എവിടെ നിന്നും മോഷ്ടിക്കുന്നതാണ് ലജ്ജിക്കേണ്ടത്? സ്വന്തം സ്ഥലത്തു നിന്ന്.
89 സ്വന്തം സ്ഥലത്തു നിന്ന് എന്തു ചെയ്യുന്നതാണ് ലജ്ജിക്കേണ്ടത്? മോഷ്ടിക്കുന്നത്. 90 ലജ്ജാഭരിതനാവുക എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ. 91 ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ എന്താകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലജ്ജാഭരിതനാവുക. 92 ആരുടെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിലാണ് ലജ്ജാഭരിതനാവുക എന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ. 93 ദൈവത്തിന്റെ എന്തിൻ്റെയെല്ലാം മുമ്പിലാണ് ലജ്ജാഭരിതനാവുക എന്ന് പറഞ്ഞിരിക്കുന്നത്? വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും. 94 ലജ്ജിക്കുക എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തിനെല്ലാം കുറിച്ച്? 1 ഭക്ഷണ അവസരങ്ങളിൽ സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിലും, 2 ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിലും, 3 പ്രത്യഭിവാദം ചെയ്യാതിരിക്കുന്നതിലും, 4 കുലടയെ അഭിലാഷപൂർവം നോക്കുന്നതിലും, 5 ബന്ധുവിന്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും, 6 അന്യന്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും, 7 അന്യന്റെ ഭാര്യയെ ദുർമോഹത്തോടെ നോക്കുന്നതിലും, 8 അവന്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും. 95 എപ്പോൾ സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിലാണ് ലജ്ജിക്കുക എന്ന് പ്രഭാഷകൻ പറയുന്നത്? ഭക്ഷണ അവസരങ്ങളിൽ. 96 ഭക്ഷണ അവസരങ്ങളിൽ എന്തു കാണിക്കുന്നതിലാണ് ലജ്ജിക്കുക എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? സ്വാർത്ഥ താല്പര്യം. 97 എന്തിൽ കാപട്യം കാണിക്കുന്നതിലും ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ക്രയവിക്രയങ്ങളിൽ. 98 ക്രയവിക്രയങ്ങളിൽ എന്ത് കാണിക്കുന്നതിലും ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? കാപട്യം. 99 എന്ത് ചെയ്യാതിരിക്കുന്നതിലും ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? പ്രത്യഭിവാദനം. 100 ആരുടെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ബന്ധുവിന്റെ. 101 ബന്ധുവിന്റെ എന്ത് നിരസിക്കുന്നതിലും ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അഭ്യർത്ഥന. 102 ആരുടെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അന്യന്റെ. 103 അന്യന്റെ എന്തെല്ലാം അപഹരിക്കുന്നതിലും ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓഹരിയോ സമ്മാനമോ. 104 ആരെ ദുർമോഹത്തോടെ നോക്കുന്നതിലും ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അന്യന്റെ ഭാര്യയെ. 105 അന്യന്റെ ഭാര്യയെ എങ്ങനെ നോക്കുന്നതിലും ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ദുർമോഹത്തോടെ. 106 അവന്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക. ആരുടെ? അന്യന്റെ. 107 അന്യന്റെ ആരുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ദാസിയുമായി. 108 അവളുടെ കിടക്കയെ സമീപിക്കരുത്. ആരുടെ? അന്യന്റെ ദാസിയുടെ. 109 അന്യന്റെ ദാസിയുടെ കിടക്കയെ എന്തു ചെയ്യരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? സമീപിക്കരുത്. 110 ആരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിന്റെ പേരിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? സ്നേഹിതന്മാരുടെ മുമ്പാകെ. 111 സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ എന്തിന്റെ പേരിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? വഷളായ സംസാരത്തിന്റെ പേരിൽ. 112 ദാനം ചെയ്തിട്ട് എന്തു ചെയ്യാതിരിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? കൊട്ടിഘോഷിക്കാതിരിക്കുക. 113 എന്തു ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ദാനം. 114 പ്രഭാഷകൻ 41:23 ലജ്ജിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയെല്ലാം കുറിച്ച്? പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും. 115 എന്ത് ആവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കുക എന്ന് പ്രഭാഷകൻ പറയുന്നത്? പരദൂഷണം. 116 എന്ത് വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? രഹസ്യം. 117 അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിന്റേത്. ആര് നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എല്ലാവരും. 118 എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എപ്പോൾ? നിന്റെ ലജ്ജ ഉചിതമാകുമ്പോൾ. ഇങ്ങനെ 118 ചോദ്യങ്ങളാണ് പ്രഭാഷകൻ 41-ാം അധ്യായത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. നാളെയാണ് പ്രഭാഷകൻ 41-ാം അധ്യായത്തിൻ്റെ മോക്ക് ടെസ്റ്റ്. എല്ലാവരും നന്നായി പഠിക്കുക.
എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.